നമസ്കാരം. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നിരിക്കുകയാണ്. വടകരയിൽ നടന്നത് UDFന്റെ തെറ്റായ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമായുള്ള പ്രചാരണങ്ങളാണ്. കാഫിർ പരാമർശവും UDFന്റെ ഇത്തരം പ്രചരണത്തിന്റെ ഭാഗമായി വന്നതാണ് എന്നും MV ഗോവിന്ദൻ പറയുന്നു. ആരെയെങ്കിലും പുകമറയിൽ നിർത്തുകയോ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയോ അല്ല വേണ്ടതെന്നും കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ ഘട്ടം മുതൽ അശ്ലീലവും വർഗീയതയും ചേർത്താണ് അവർ പ്രചാരണം നടത്തിയത്. ആദ്യം നടന്നത് ടീച്ചർക്കെതിരെ ടീച്ചർ അമ്മ എന്ന പേരിനെ പരിഹസിച്ചുള്ള പ്രചാരണമാണ്. വ്യക്തിപരമായ അശ്ലീല അധിക്ഷേപമാണ് പിന്നാലെ ഉണ്ടായത്. അതിനും പിന്നാലെയാണ് കാഫിർ പരാമർശം ഉൾപ്പെടെയുള്ളവ ഓരോന്നായി പ്രചരിപ്പിച്ചു തുടങ്ങിയത്. വടകരയിൽ ആദ്യം മുതൽ ഉണ്ടായ സംഭവങ്ങൾ വിശകലനം ചെയ്താൽ ഒറ്റപ്പെട്ട ഒരു സംഭവമായി വടകര വിഷയത്തെ ചുരുക്കി കാണാനാകില്ല. പോരാളി ഷാജിയാണോ ഇടതുപക്ഷം എന്നാണ് MV ഗോവിന്ദൻ ചോദിക്കുന്നത്. CPMന്റെ നിലപാട് പറയേണ്ടത് സൈബർ ഇടത്തിലെ പോരാളി ഷാജിമാരല്ല. കാഫിർ പരാമർശത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. അതല്ലാതെ ആരെയെങ്കിലും പുകമറയിൽ നിർത്തുകയല്ല വേണ്ടത്. ഈ വിഷയത്തിൽ ആദ്യം പരാതി നൽകിയത് CPM ആണ് എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ നൽകുന്നത് പാതിവെന്ത വാർത്തയാണ്. കാഫിർ വിവാദത്തിൽ ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ട ഒരു കാര്യവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തു വരട്ടെ. വിവാദത്തിന്റെ ഗുണഭോക്താക്കൾ CPM അല്ല എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം വടകരയിലെ കാഫിർ പ്രയോഗം ഭീകര പ്രവർത്തനത്തിന് തുല്യമായ വിദ്വേഷ പ്രചരണമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടു. വ്യാജ പോസ്റ്റ് ഉണ്ടാക്കിയവരെ അറിയാം, പ്രചരിപ്പിച്ചവരെ അറിയാം, എന്നിട്ട് അത് നോക്കി നിൽക്കുന്ന സർക്കാരിനെ എന്തു പറയണം? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്തു പറയാനുണ്ട്? വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തെക്കുറിച്ച് ഇനി നിങ്ങൾ പറയരുത്. അത്രയും വലിയ ക്രൂരതയാണ് CPM കേരളീയ സമൂഹത്തോട് കാട്ടിയത് എന്ന് VD സതീശൻ തുറന്നടിച്ചു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.